സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ടെന്ന ആരോപണം തള്ളി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. ഉപഭോഗം വർദ്ധിക്കുന്നതിനാൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നതാണ്. രാത്രി 9 മുതൽ രാവിലെ 11 മണിവരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചാൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ഡ്രിപ്പാകുന്നുണ്ട്. അതായത് നമ്മൾ പവർ കട്ടല്ല, ഡ്രിപ്പാകും ഓവർലോഡ് വരുമ്പോൾ. ഇത്തരം സാഹചര്യങ്ങൾ പരമാവധി 10 മിനിറ്റ് 20 മിനിറ്റിന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളായി KSEBകൾ ഏർപ്പെട്ടിരുന്ന സാപ്പ് കരാറുകളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇതുവരെ ഏകദേശം 400 മെഗാവാട്ടിൻ്റെ കുറവ് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിട്ടുണ്ട്. സാപ്പിൻ്റെ കരാർ കഴിഞ്ഞു. രാത്രി 9 മുതൽ 11 മണി വരെ ഇഞ്ചക്ഷൻ കുക്കറുകളുടെയും വൈദ്യുതി വാഹനങ്ങൾ ചാർജിങ്ങും മറ്റും പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും ചെറിയ തോതിലുള്ള നിയന്ത്രണം സ്വയം പാലിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധി വളരെ സുഗമമായി തരണം ചെയ്യാൻ സാധിക്കും. സംസ്ഥാനത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം ഉയർന്ന നിരക്കിൽ തുടരുകയാണ്. 5654 മെഗാവാട്ടാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത. ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതോൽപാദനത്തിൽ ആശങ്കയുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും ചേരുന്നു. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ് റാം മുഹമ്മദ്, ഇപ്പോഴും ഈ പവർ കട്ടില്ല എന്ന കാര്യം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുമ്പോഴും അപ്രഖ്യാപിത പവർ കട്ട് എന്ന് തോന്നൽ ഉളവാക്കും വിധം വിവിധ ഇടങ്ങളിൽ സംസ്ഥാനത്ത് ഇടയ്ക്കിടെ കറണ്ട് പോകുന്നുണ്ട് രാത്രികാലങ്ങളിൽ. അതേസമയം KSEBയുടെയോ അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിൻ്റെയും ഒക്കെ ഔദ്യോഗികമായ വിശദീകരണം അങ്ങനെയൊന്നില്ല എന്നാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ചൂട് അതികഠിനമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും വൈദ്യുതി ആവശ്യകത കുത്തനെ കുതിച്ചുയർന്നത്. അതിൽ തന്നെ പലയിടങ്ങളിലും ഈ അപ്രഖ്യാപിത പവർ കട്ടുണ്ട്, ലോഡ് ഷെഡിംഗ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 10 മിനിറ്റ് 15 മിനിറ്റും വൈദ്യുതി നിയന്ത്രണം പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പലയിടങ്ങളിലും ആ ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ള പരാതികളും വ്യാപകമായി ഉയരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി തന്നെ വിശദീകരണം നൽകുന്നത്. അത്തരത്തിലൊരു പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല എന്ന് മന്ത്രി പറയുകയാണ്. ഈ അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ട് സംസ്ഥാനത്ത് എന്നുള്ളത് തള്ളുകയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹം പറയുന്നത് ഈ പ്രസരണ വിതരണ ശൃംഖലയിൽ അത് ലോഡ് കൂടുമ്പോൾ അതിന് താങ്ങാനാകാത്ത സാഹചര്യം വരുമ്പോൾ ഡ്രിപ്പാകുന്നതാണ്. അത്തരം തകരാറുകൾ KSEB ഉദ്യോഗസ്ഥർ, KSEB ജീവനക്കാർ യഥാസമയം പരിഹരിച്ച് അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അപ്രഖ്യാപിത പവർ കട്ട്, ലോഡ് ഷെഡിംഗ് പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഈ രാത്രി 9 മണി മുതൽ രാവിലെ 11 മണി വരെയുള്ള സമയത്ത് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു സ്വയം നിയന്ത്രണം കൊണ്ടുവന്നാൽ പ്രതിസന്ധി ഒഴിവാക്കാനാകും. അദ്ദേഹം വാക്കുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യം അതാണ്. അതായത് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് പോലും 2 കരാർ റദ്ദാക്കപ്പെട്ടതിനാൽ ആ പ്രതിസന്ധി നേരിടുന്നുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ചില പ്രതിസന്ധികളുണ്ട്. കാരണം KSEB ഡാമുകളിൽ അവശേഷിക്കുന്ന ജലം 32%. അതായത് ഇടുക്കി മാത്രമല്ല, ആകെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകളിൽ അവശേഷിക്കുന്ന 32% ജലമാണ്. 1350 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലം മാത്രമാണ് ഡാമുകളിൽ അവശേഷിക്കുന്നത്. അത് ജൂൺ വരെ, ഏറെക്കുറെ ജൂൺ ആദ്യ വാരത്തോടുകൂടി ആ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമാവുകയും ചെയ്യും. വേനൽമഴയിൽ പ്രതീക്ഷ വെക്കുകയാണ് KSEB. അങ്ങനെ വേനൽമഴ ലഭിച്ചില്ല എങ്കിൽ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകും. അതിനാൽ നിയന്ത്രണം ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം കൊണ്ടുവരണമെന്ന് KSEBയും അതുപോലെ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗത്തിന്റെ കണക്ക് പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഏതാണ്ട് വ്യാഴാഴ്ച വരെ ഉപയോഗിച്ച വൈദ്യുതി ആവശ്യകതയിൽ നിന്ന് കൂടുതലാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തുന്നത്. 116.48 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വെള്ളിയാഴ്ചത്തെ മൊത്തം ഉപയോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5654 മെഗാവാട്ടായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വൈദ്യുതി ആവശ്യകത സംസ്ഥാനത്ത് ഉയർന്നു തന്നെ തുടരുന്നു. സ്വയം നിയന്ത്രണം കൊണ്ടുവരണം ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ് വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാൻ ആദ്യം KSEBയും അതുപോലെ വൈദ്യുതി വകുപ്പ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.